ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര അധികം സമ്മാനങ്ങളും സർപ്രൈസും കിട്ടിയൊരു ബർത്ത്ഡേ ഉണ്ടാവുന്നത്. ഞാൻ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 12 മണിയായിട്ട് നമ്മൾ പണിയിലാണ്. ഇപ്പോഴാണ് ഒരു കോൾ വന്നത്. അസ്സലാമലൈക്കും. കല്യാണം പ്രായമായിട്ടാ. ഈ 12 മണിയുടെ വിഷയം ഒരു പ്രത്യേക സുഖമാണ് അല്ലെ. അതിന് കുറച്ച് മുമ്പ് ഷാനു വന്നിട്ട് ഒരു ഷർട്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനും കുറച്ച് മുമ്പാണ് ഉമ്മാടെ സ്റ്റാറ്റസ് കണ്ടത്. എന്റെ കാടളിക്ക് വരുന്ന കൊമ്പനും ഉമ്മ കൊന്നു. പിന്നെ രാവിലെ എണീറ്റ് ഫോൺ നോക്കിയപ്പോ കുറെ മെസ്സേജ് ഉണ്ടായിരുന്നു. വിഷ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഇനി ചെയ്യുന്നവർക്കും ഒക്കെ പടച്ചോൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കിക്കാർ ആമീൻ പറയും. ഇത് കഴിഞ്ഞപ്പോ സഹലാപ്പിന്റെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നു. ഇന്ന് കിട്ടിയതിലെ ഏറ്റവും ക്യൂട്ടസ്റ്റ് സമ്മാനാണിത്. ഇത് ഇവിടെ ഇരിക്കട്ടെ അല്ലേ. പിന്നെ നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് പായസമൊക്കെ കുടിച്ചു. പിന്നെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞൊന്ന് കുളിച്ച് റെഡിയായി. ഷാന് ഗിഫ്റ്റ് വന്ന ഷർട്ടിന് ഇടാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്, സെറ്റ് അല്ലേ? പിന്നെ നമുക്ക് കുറെ സമ്മാനങ്ങൾ വേറെയും കിട്ടി. എല്ലാം സൂപ്പർ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ടർഫിലേക്ക് വന്നപ്പോഴാണ് ഉമ്മാന്റെ സർപ്രൈസ്. ഉമ്മക്ക് വെയിറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് ബൊക്കിംഗ് കേക്കൊക്കെ കൊടുത്തുവിട്ടേക്കാണ്. അത് കൊണ്ടുവന്ന ആൾക്കാരാണ് വരും. ഇതെന്തായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടിൽ നിൽക്കാമാരും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടി കേക്ക് കട്ടിംഗ് ഒക്കെ അടിപൊളിയാക്കി തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആൾക്കാരൊക്കെ കൂടി കേക്കൊക്കെ കട്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ടേ. അപ്പൊ ഓക്കെ, ബൈ ഫ്രോം